സിനിമ നിന്നുപോയി. സമ്മറിൻ ബത്ലഹേം എന്ന് പറയുന്നത് ആദ്യം മലയാള സിനിമ ആയിരുന്നില്ല. അന്ന് പ്രഭു എന്ന് പറയുന്നത് പറ്റുമായിരിക്കാം, പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കോമ്പിനേഷൻ പകരം അത് സുരേഷ് ഗോപിയേട്ടനെ ആക്കിയാലോ എന്നൊരാലോചന. ഞാനും സുബിസാറും സിയാദക്കയും കൂടെ പോയി ഇരുന്നിട്ട് ഓരോരുത്തർ ചെവി കേൾപ്പിക്കും പാട്ട്. രഞ്ജിതേഷൻ ഉൾപ്പെടെ പാട്ടെല്ലാം സൂപ്പർ ഹിറ്റാ. കാരണം അതുവരെയുള്ള എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇനി ആര് അന്ന് ബിജു മേനോൻ ചെയ്യാനില്ല. ഗിരീഷ് പന്തഞ്ചേരി കളിയാക്കി പറഞ്ഞാണ് കൺഫ്യൂഷൻ തീർക്കണമെന്ന്. അല്ല, ലാലേട്ടൻ്റെ പോഷൻ മദ്രാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൺഫ്യൂഷൻ തീർക്കണേ മദ്രാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൂന്നാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മാട്ടുപ്പെട്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഊട്ടിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് തന്നെ എത്രയോ ദൂരങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കലാഭവൻമണിയുടെ പകരം കുതിരോട്ടം പപ്പു ഉണ്ടായിരുന്നു അഭിനയിച്ചത്. കാരണം കുതിരോട്ടം ഇവിടെ വന്ന സിനിമ ഹരികൃഷ്ണൻ സാർ. അപ്പുറത്ത് നമുക്ക് ലാലേട്ടനുള്ള ഒരു പടത്തിന് ഓപ്പോസിറ്റ് വന്ന് അതേ സമയത്ത് സക്സസ് ആയ ഒരു സിനിമയാണിത്. മലയാള സിനിമയിലേക്ക് ഒരു വൻ കളർഫുൾ സിനിമ ഇന്നും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ പുറത്തിറങ്ങി, സമ്മറിൻ ബത്ലഹേം. അതിന്റെ വിശേഷങ്ങളുമായി ഓർമ്മകളും ഒക്കെയായി നമ്മുടെ കൂടെയുള്ളത് എം രഞ്ജിത്ത് സാറാണ്. ഹായ് സർ. 1998 വീണ്ടും കോക്കേഴ്സിന്റെ ഒരു വലിയ സിനിമ പുറത്തിറങ്ങി, സമ്മറിൻ ബത്ലഹേം. വലിയൊരു വിജയമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്കുള്ള സാറിന്റെ എൻട്രി എന്ന് പറയുന്നത്? സമ്മറിൻ ബത്ലഹേമിന് കുറച്ച് കൂടുതൽ കഥയുണ്ട്. കാരണം വെച്ചാൽ സമ്മറിൻ ബത്ലഹേം എന്ന് പറയുന്നത് ആദ്യം മലയാള സിനിമ ആയിരുന്നില്ല. ആക്ച്വലി അത് നൻപ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയായിരുന്നു. അപ്പോൾ ആ തമിഴ് സിനിമ നമ്മൾ മദ്രാസിൽ ഷൂട്ട് ചെയ്തു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് വെച്ചാൽ MS വിശ്വനാഥ് സാറിൻ്റെ മക്കളായിരുന്നു, 2 പേരായിരുന്നു എൻ്റെ നിർമ്മാതാക്കൾ. സിബി സാർ തന്നെയാണ് സംവിധാനം ചെയ്തത്. അന്ന് അതിൽ പ്രഭു, മഞ്ജു വാര്യർ, ജയറാമായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ അതൊരു സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിനു വേണ്ടി പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം സിബി സാറും നമ്മളെല്ലാവരും കൂടെ മദ്രാസിൽ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ സിനിമ നിന്നുപോയി. നിന്നു എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നില്ല. അപ്പം അങ്ങനെ നീങ്ങാതിരുന്നു. പിന്നെയും നീങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഊട്ടി പോയി ലൊക്കേഷൻസൊക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് ഞാനും ബോബനും സഞ്ജീവ് ശങ്കറും കൂടെ പോയി കണ്ട് തിരിച്ചു വന്നു സിബി സാറുമായിട്ട്. ഇത് അന്ന് അവിടെ ജയഭാരതി ചേച്ചി ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ജയഭാരതി ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ നമ്മളെല്ലാവരും കൂടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സിബി സാറ് പറയുന്നുണ്ട്, ഇത് നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇത് മുമ്പോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ഇങ്ങനെ നിരന്തരം പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അവരെപ്പോഴും വിളിക്കും, കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളെല്ലാം ശരിയാവുമെന്നൊക്കെ പറയുമെങ്കിലും അതങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. കാരണം സിബി സാറ് തന്നെയാണ് ഒരു ദിവസം പറയുന്നത്, ഇത്ര ദിവസത്തിനകത്ത് നമുക്ക് ഇതിനകത്തൊരു കൺഫർമേഷൻ വേണം, അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഒരു ദിവസം പറയുന്നത്. ആ ദിവസമായിട്ട് ഒന്നും നടക്കാൻ വന്നപ്പോൾ സിബി സാർ പറഞ്ഞു, നല്ലൊരു സിനിമയായിരുന്നു, ഇതിപ്പോൾ നമുക്ക് വഴി വെച്ച് മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് ഇത് എഴുതിയിരുന്നതെന്ന് വെച്ചാൽ രഞ്ജിത്തേട്ടൻ്റെ കഥ, ജോൺ പോളേട്ടനാണ് തിരക്കഥ, ക്രേസി മോഹൻ എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും വലിയ റൈറ്ററാണ് അന്ന് തമിഴിലെ ഡയലോഗ്സ്. അപ്പോൾ ഇങ്ങനെ 3 പേരാണ്. അപ്പോൾ കഥ ഒരാൾ, തിരക്കഥ ഒരാൾ, സംഭാഷണം ഒരാൾ. അങ്ങനെ ആ 3 പേരെയും വെച്ചിട്ട് വിദ്യാസാഗർ തന്നെയാണ് പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ പെട്ടെന്ന് നിന്ന് വേണം. അപ്പം എനിക്കും ബാക്കി ഞങ്ങൾക്കും എല്ലാവർക്കും മലയാളം അറിയാൻ വേണ്ടിയിട്ടുമൊക്കെ എഴുതിയിരുന്ന ജോൺ പോളേട്ടനായതുകൊണ്ട് ഈ പറയുന്ന തിരക്കഥ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ടത് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് പല പ്രാവശ്യം വായിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്താണ് മറവത്തൂർ കനവ് കഴിഞ്ഞ സമയമാണ്. അപ്പം സിബി സാർ എന്നിട്ട് പറഞ്ഞു, ഇത് ഡേറ്റുകളെല്ലാം എല്ലാവരുടെയും ഉണ്ട്, പ്രഭു ഉൾപ്പെടെ ഉള്ളവരുണ്ട്, ഇത് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾ നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിബി സാറിനോട് പറഞ്ഞു, സിബി സാർ ഇത് എനിക്കൊരാളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് ഈ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇത് മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാലെന്ന്. സാറ് മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് എല്ലാം ചേഞ്ച് ചെയ്യണം. ഇല്ല സാർ, അത് നമുക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റും, ഞാൻ ശ്രമിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിയാദൊക്കെ ഫോണിലാണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഇവിടെ കൊച്ചിയിലാണ് സിയാദുള്ളത്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കഥയുണ്ട്, ഇങ്ങനൊരു സിനിമയാണ്, എനിക്കത് 100% ഹിറ്റാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് സിയാദൊക്കെ ഒന്ന് പെട്ടെന്ന് വരണം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ സിയാദൊക്കെ വരുന്നു. സിയാദൊക്കെയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സിയാദൊക്കെയോട് ഞാനാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സിയാദൊക്കെ അന്നേരം തന്നെ പറഞ്ഞു, ഇത് ഉഗ്രം കഥയാണ്, ഇത് യാതൊരു സംശയമില്ല, പടം ഓടും. പക്ഷേ ഇത് മലയാളീകരിച്ച് നമ്മളിത് എങ്ങനെ കൊണ്ടുവരും എന്ന് ചോദിച്ചു. അതിന് സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിയാദൊക്കെ നമുക്ക് അതിൻ്റെ കാര്യം ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. അപ്പോൾ ആദ്യം സിബി സാറുമായിട്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ സിബി സാറും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യത്തെ പടം അതാണ്, ഫസ്റ്റ് ഫിലിം. അപ്പോൾ അത്ര അടുപ്പം ഉണ്ടെങ്കിലും അത്ര ഭയങ്കര അടുപ്പം ഇല്ല. എനിക്കുള്ള അടുപ്പത്തിൽ അത്ര അന്ന് സിബി സാറിന്. അങ്ങനെ സിബി സാറിന് നമുക്ക് സാറ് സമ്മതിച്ചു. പക്ഷേ എന്നെ കുഴപ്പത്തിലാക്കിയ ചോദ്യം സിയാദൊക്കെ പറഞ്ഞാൽ മതി, എനിക്കൊരു പ്രശ്നം ഉണ്ടാകെ ഇത് നമുക്ക് മൊത്തം ഇപ്പോൾ ക്രേസി മോഹനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് തിരക്കഥ അല്ല സംഭാഷണം മാറ്റണം. തിരക്കഥ എഴുതിയിരിക്കുന്ന ജോൺ പോൾ അങ്കിളാണ്. അപ്പോൾ ഈ അങ്കിളുമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്കിത് രഞ്ജിത്ത് തന്നെ എഴുതിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, കാരണം ഇത് അങ്കിളിനെ പോലെ ഒരു വലിയൊരാളാണ് ജോൺ പോൾ അങ്കിൾ. അപ്പോൾ ഞങ്ങളെല്ലാം അങ്കിളൊക്കെ നടക്കുന്നത് ജോൺ പോൾ എങ്ങനെയാണത്. അപ്പോൾ സിയാദൊക്കെ പറഞ്ഞത് ഞാൻ സിബി സാറിനോട് പറയുമ്പോൾ, അപ്പോൾ സിയാദൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സിയാദൊക്കെ ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് സംസാരിക്കേണ്ട സിബി സാറിനോടാണ്, സാർ എന്ത് ചെയ്യുമെന്ന് പറയാമോ. അങ്ങനെ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു അതൊരു വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ഇത്രയും വലിയ സീനിയറായിട്ടൊരാൾ ആണ്, ഇതെങ്ങനെ സംസാരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ സിബി സാറ് പറഞ്ഞു ഇതൊക്കെ ഓക്കെ, ജോൺ പടങ്ങളെ മാറ്റുമ്പോൾ ഇത് രഞ്ജിത്ത് എഴുതുമെന്ന് ചോദിക്കണമല്ലോ, അതാദ്യം വാങ്ങിച്ചാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ രഞ്ജിത്തേട്ടനോട് ചോദിച്ചപ്പം ജോൺ പടങ്ങളുടെ എതിർപ്പില്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എഴുതാം നോക്കാം. അങ്ങനെയാണ് ആ സിനിമയുടെ തുടക്കം. അപ്പോൾ ഈ അങ്കിളിനോട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഈ സിനിമ മുടങ്ങിയായാലും ഈ പ്രശ്നങ്ങളാണെന്നും ഇത് മലയാളം ഒരാളെ ഏറ്റെടുക്കാം. അപ്പോൾ സിയാദൊക്കെ അന്ന് പറഞ്ഞില്ല, കാരണം സിയാദൊക്കെയുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിൽ സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊരു വിഷമമാകണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു മലയാളത്തിലൊരാൾ എടുക്കാൻ വന്നിട്ടുണ്ട്, പക്ഷേ അവർ വേറെ ആൾ എഴുതുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എന്ന് അങ്ങളോട് ചോദിച്ചപ്പോൾ അങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് പറഞ്ഞ് കമ്മിറ്റ് ചെയ്ത പൈസ നിങ്ങൾ തമിഴിൽ നിന്നായാലും മലയാളത്തിൽ നിന്നായാലും വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അത് നല്ല മനസ്സോടെ പറഞ്ഞേട്ടാ. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരാളാണ് പുള്ളി, അങ്ങനെ ഒരു പിടിവാശി എന്നുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ പറയുകയും അങ്ങനെ പറഞ്ഞിട്ട് ജോൺ പോൾ അങ്കിൾ പോയി. പക്ഷേ ജോൺ പോൾ അങ്കിളിനോട് നമ്മളെല്ലാം സത്യസന്ധമായി പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് പുള്ളി സന്തോഷമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തോളാനും പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം തുടക്കം. തുടങ്ങിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ മലയാളത്തിൽ വരുമ്പോൾ അന്ന് പ്രഭു എന്ന് പറയുന്നത് പറ്റുമായിരിക്കാം, പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കോമ്പിനേഷൻ പകരം അത് സുരേഷ് ഗോപിയേട്ടനെ ആക്കിയാലോ എന്നൊരാലോചന വന്നു. അങ്ങനെ സുരേഷ് ഗോപിയേട്ടനെ ഞാൻ ഇതേപോലെ തന്നെ വിളിച്ചു സംസാരിക്കുകയും പുള്ളി മദ്രാസിലെ റെസിഡൻസി ടവറിലും അവിടെ ഒരു മുറി എടുത്തിട്ട് അവിടെ വെച്ചാണ് നമ്മൾ ഈ കഥ പറയുന്നത്. കഥ പറഞ്ഞപ്പോൾ അന്നേരം തന്നെ പുള്ളി പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് കഥ പറയേണ്ട കാര്യം പോലും നിങ്ങളില്ലായിരുന്നു, ഈ സിനിമയിൽ ഞാൻ അല്ലാതെ തന്നെ അഭിനയിക്കാൻ തയ്യാറാണ്, കാരണം നല്ല കോമ്പിനേഷനാണ് ഇങ്ങനൊരു റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചിട്ട് പുള്ളി അത് മനസ്സിലോട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, ബാക്കിയുള്ള കൂടെ അഭിനയിക്കാനുള്ളവരൊക്കെ റെഡിയാക്കുന്നു. പിന്നെ പാട്ടുകളാണ് നമ്മുടെ വെല്ലുവിളി. ഇതിലുള്ള പല പാട്ടുകളും എല്ലാ പാട്ടുകളും അതിലേക്ക് പറ്റുമെന്ന് അറിയില്ല, പറ്റാവുന്നതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അവിടുത്തെ ആദ്യത്തെ തമിഴിലുണ്ടായിരുന്നു ആണ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് മാറ്റിയപ്പോൾ കുറേ പാട്ടുകൾ കൂടി, മലയാളത്തിലേക്ക് കൂടി, ചില പാട്ടുകൾ ഉപയോഗിക്കാൻ പറ്റാതായി. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ വിദ്യാസാറിനെ കണ്ട് സംസാരിക്കുമ്പോൾ വിദ്യാജി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഷൂട്ടിങ്ങിന് പൊക്കോ. ഞാൻ അന്ന് STD ബൂത്തേ ഉള്ളൂ അവിടെ, ബ്ലൂ ഹിൽസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അതിൻ്റെ STD ബൂത്തിൽ ഞാനും സിബി സാറും സിയാദൊക്കെയും കൂടെ പോയി ഇരുന്നിട്ട് ഓരോരുത്തർ ചെവി കേൾപ്പിക്കും പാട്ട്, രഞ്ജിത്തേട്ടൻ ഉൾപ്പെടെ. പാട്ടെല്ലാം സൂപ്പർ ഹിറ്റാ. അങ്ങനെ ചൂളമടിച്ച് കറങ്ങുന്നതൊക്കെ നമ്മൾ കേൾക്കുന്ന അങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ബൂത്തുകളിൽ ഇരുന്ന് കേട്ടിട്ട് പാട്ടുകൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് വരും. എന്നൊക്കെ നാഗരയിലെ ഷൂട്ട് ചെയ്യുന്നത്, അതൊക്കെ നാഗരയിലെ കോപ്പി ചെയ്തൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ മഞ്ജു എല്ലാവരുടെയും ഡേറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ഷൂട്ടിങ് തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടെന്ന് പറഞ്ഞാൽ ഭീകര രസമുള്ള ഷൂട്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാം അന്നത്തെ കാലത്ത് ഇന്നും കണ്ടുപോയിക്കോ, നമ്മൾ മലയാളത്തിലൊന്നും ആരും ഉപയോഗിക്കാത്ത മാതിരി കോസ്റ്റ്യൂം സതീഷൊക്കെയാണ്. പിന്നെ ബോബൻ എന്ന് പറഞ്ഞ ഒരാൾ ഹിന്ദി സിനിമകളിലെ പോലെ ആ ഡയറക്ഷൻ, പിന്നെ ക്യാമറ വർക്ക് എല്ലാം ഭയങ്കര ഒത്തു വന്നൊരു സിനിമയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര രസമായിട്ട് ഉണ്ടായിരുന്ന ഷൂട്ട്. പിന്നെ ഒരുപാട് ആളുകളും
എല്ലാവരും ഏരിയ. കൊച്ചു കുട്ടികൾ തൊട്ട് എത്ര പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വെച്ചിട്ട് നമ്മളൊരു ഷൂട്ട് കാര്യങ്ങൾ നടന്ന് ഓരോന്നും ഓരോ സമയത്ത് വന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ പാട്ട് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നിരഞ്ജ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഒരാൾ വന്ന് ഇങ്ങനെ മഞ്ജുവിനോട് പറയുമ്പം ആ ആൾ അത്രയും പവർഫുള്ള ആളാകണം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഒരു 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 ഡിസ്കഷനിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതുവരെയുള്ള എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഇനി ഇത് അപ്പം ഇനി ആര് അന്ന് ബിജുമേനോനാണ് ചെയ്യാനിരുന്നത്. അതിന് പകരം ലാലേട്ടനായാലോ എന്ന് പറയുന്ന ഡിസ്കഷനിലേക്ക് വന്നു. അത് ലാലേട്ടൻ കഥ പറഞ്ഞതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന സിനിമയെക്കുറിച്ച് മാത്രം സുബി സാർ ഇവരൊക്കെ സംസാരിച്ചിട്ട് അതിൽ ലാലേട്ടനാണ് ചോദിച്ചത് ഈ ക്യാരക്ടറാണ് ആരാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയും. അതിനെന്തായെന്ന് പറയും. എനിക്കിപ്പോൾ കൊണ്ട് മദ്രാസിൽ ബ്ലൈൻഡ് സ്കൂളിലാണ് അത് ഷൂട്ട് ചെയ്തത്. അവിടെ മദ്രാസിൽ വെച്ചത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലൈൻഡ് സ്കൂളിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ ഒരു പെട്ടെന്നുണ്ടായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് എല്ലാ അത്ഭുതങ്ങളാണ് മുഴുവൻ തുടക്കം മുതൽ. ഈ സിനിമ ഇങ്ങനെ ആയത് അതിൻ്റെ മറ്റ് കാസ്റ്റിംഗ് ആയാലും അതിൻ്റെ മുമ്പോട്ടുള്ള ലാലേട്ടം വരുന്നതും പാട്ടുകളായാലും കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞ പാട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് 100 പ്രാവശ്യം എഴുതിയിട്ട് പാട്ട് ട്യൂൺ ചെയ്തിട്ടും എന്നും കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ എപ്പോഴും ഈ പറയുന്ന ഒരു സാധനമായിട്ട് ഗിരീഷ് പത്തഞ്ജലി കളിയാക്കി പറഞ്ഞാണ് കൺഫ്യൂഷൻ തീർക്കണമെന്ന്. അല്ല എന്നുവെച്ചാൽ പക്ഷെ അത് ഞാൻ പറഞ്ഞ അപ്രതീക്ഷമായിട്ട് അങ്ങനെയൊക്കെ തമാശയായിട്ട് പറയുന്നെങ്കിലും ആ സോങ്ങൊക്കെ മദ്രാസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മാതിരിയാണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര രസമായൊരു സിനിമയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടാക്കിയ പ്രോജക്റ്റ് അല്ലേ. അത് ഒരു വലിയൊരു ഒരു 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 സൂപ്പർ ഡൂപ്പർ ഹിറ്റിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ കൂടെ വന്ന സിനിമ ഹരികൃഷ്ണൻസാണ്. അപ്പുറത്ത് നമുക്ക് ലാലേട്ടനുള്ളൊരു പടത്തിന് ഓപ്പോസിറ്റ് വന്ന് അതേ സമയത്ത് സക്സസ് ആയ സിനിമയാണിത്. അതൊരു എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഇന്നും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണിത്. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു പാട്ടെടുത്തോണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി ആയിട്ട് ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നു. അപ്പോൾ പെട്ടെന്ന് നിർത്തി വെച്ച് പിന്നെ അതിന് ശേഷം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആ സിനിമയിൽ തോന്നിയിട്ടില്ല. എന്തോ നല്ല രസമായൊരു സിനിമയാണത്. അത് അങ്ങനെ ഒരു മലയാള സിനിമ അങ്ങനെ ഉണ്ടായതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു തമിഴ് സിനിമ ആയിരുന്നതിന് മലയാളം ആയതാണ്. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ഒരു വലിയ ഒരു അന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. ഇങ്ങനൊരു സിനിമ ആരും എടുക്കില്ല. അത്രയും കോസ്റ്റ്ലി സെറ്റും കാര്യങ്ങളും കോസ്റ്റ്യൂമും എല്ലാം വെച്ചിട്ട് അതിനകത്തൊരു സൈക്കിള് പോലെ എന്ത് ഭംഗിയാണ് കാണാൻ. ലൊക്കേഷൻസ് എല്ലാം അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഷൂട്ട് ചെയ്തത്. സാറിൻ്റെ ഒരു ഗംഭീര സിനിമയായിരുന്നു അത്. അത് കോക്കേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഗ്രാഫ് നോക്കണം. കളി കുഞ്ഞാൽ, അത് കഴിയുമ്പോൾ മറുപത്തുറകൾ, അത് കഴിയുമ്പോൾ സംരംഭത്തിൽ, അങ്ങനെ ഒരു പീക്ക് ലെവലിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം സിനിമകൾ ഇങ്ങനെ നല്ല നല്ല സിനിമകളല്ലേ വരുന്നത്. അപ്പം അതിലൊരു വലിയ ഒരു അഭിമാനമുണ്ട്. ഫൈനലി അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് തമിഴിലേക്ക് പോകാതെ, തമിഴിലേക്ക് വിട്ടുകൊടുക്കാതെ മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തലതൊട്ടപ്പനെ. അല്ല, അതങ്ങനെ തോന്നിപ്പിച്ച ഞാൻ സിംസാറിനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സാർ ഇത് അപ്പോൾ സാറിനൊരു ചോദ്യത്തേ ഉള്ളൂ, പെട്ടെന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് ഇത് എങ്ങനെ എല്ലാം നടക്കും എന്ന് പറയുന്നത്. അപ്പം എനിക്ക് 2 സിനിമയായിട്ട് അതൊക്കെ കുറിച്ച് അറിയാമല്ലോ. നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ എങ്കിൽ ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നൊരു. അപ്പോൾ ശരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ മറുപത്തുർക്കൻ്റെ ലാസ്റ്റ് സോങ് ഉണ്ട്, അത് ഊട്ടി ഷൂട്ട് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ പടം തുടങ്ങായിരുന്നു. അങ്ങനെയായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം കൂടെ ഭയങ്കര ഒരു എന്തൊക്കെയോ പറഞ്ഞ ഭാഗ്യം ഭാഗ്യം ചെയ്ത സിനിമ തന്നെയാണത്. അപ്പൊ സാറ് തന്നെയാണ് കഥ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയാദ്. അപ്പൊ അന്ന് തൊട്ടേ അങ്ങനെ ഒരു സിനിമ ഓക്കെ ഇപ്പൊ പ്രൊഡ്യൂസിങ്ങോ ഇപ്പൊ കൺട്രോളിങ്ങോ ഒന്നും അപ്പുറത്തേക്ക് ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ളൊരു കോൺട്രിബ്യൂഷനും അന്ന് തൊട്ടേ ഉള്ളിലുണ്ട്. അല്ല സാർ ഇപ്പൊ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് പറയുന്നത്. കഥ പറയാൻ നമുക്ക്
ഞാൻ ചെറിയ പ്രായത്തോടെ എനിക്ക് ഒരു കഥ വായിച്ചാലോ, എന്താ വെച്ചാൽ നമ്മളെല്ലാം വന്ന കാലഘട്ടത്തിൽ വെച്ചാൽ ബുക്കുകൾ വായിച്ചിട്ട് അതിലൊരു വിഷ്വൽ കണ്ട് അതിൽ നിന്നൊക്കെ സിനിമയിലേക്കൊക്കെ അട്രാക്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും നമുക്ക് ഒരു ചെറിയ ഇത് കിട്ടിയാൽ പോലും അത് ഒരു കഥയാക്കി പറയാൻ നമുക്ക് അറിയാം. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണത്. അതുകൊണ്ട് ഈ കഥയൊക്കെ എനിക്ക് അതിൻ്റെ എന്ത് ഭാഗം എനിക്ക് അന്ന് പറയാനറിയാം. പക്ഷെ അത്രമാത്രം നമ്മൾ അത് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം പറഞ്ഞ മാറ്റങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ആ കഥ ആദ്യം സിയാദൊക്കെ കേൾക്കുന്നതിൻ്റെ ഇതാണ്. ഓക്കെ. അപ്പോൾ ഈ ഇതിലെ സീൻസിൽ നമ്മുടെ ജയറാമേട്ടൻ വരുന്നുണ്ട്, സുരേഷ് ഏട്ടൻ വരുന്നുണ്ട്, മണിച്ചേട്ടൻ വരുന്നുണ്ട്, മഞ്ജു വാര്യർ ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്ന കുറേ അധികം സീൻസ് ഉണ്ട്. ഫ്രെയിം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെയൊക്കെ എല്ലാം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ സിനിമകളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കൂടി ഡേറ്റ്സ് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാന്ന് പറയുന്നത് അത് എത്രത്തോളം ഹെവി ടാസ്ക് ആയിരുന്നു. അവിടെ കോമ്പിനേഷൻ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. ഇല്ല, മുഴുവൻ പേരും ഒന്നിച്ച് വേണം. അതെ. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ അത് നമ്മളൊരു പ്ലാനിങ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അന്നൊക്കെ സിനിമയ്ക്ക് നമ്മുടെ പഴയകാല സിനിമകളെല്ലാം ഭയങ്കര പ്ലാനിങ് ഉള്ള സിനിമകളാണ്. കാരണം അത് ഇന്ന് ഈ കാര്യം ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത് ചിലപ്പോഴൊക്കെ മാറാം. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതൊക്കെ നമ്മളെന്ന് വെച്ചാൽ അന്ന് അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ കൊണ്ടുപോവുക എല്ലാവരും. പക്ഷേ ഇപ്പോഴും ആലോചിക്കും, മഞ്ജു ആയാലും സുരേഷ് ഗോപിയേട്ടനായാലും ജയറാമേട്ടനായാലും അതിനകത്ത് ചേട്ടൻ സുകുമാരി ചേച്ചി, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെ ഇല്ലേ, കലാഭവൻ മണി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആ കലാഭവൻ മണിയുടെക്ക് പകരം കുതിരോട്ടം പപ്പുവേട്ടനായിരുന്നു അഭിനയിച്ചത്. കാരണം കുതിരോട്ടം പപ്പുവേട്ടന് അപ്പോൾ അന്ന് നമ്മളെ കുതിരോട്ടം പപ്പുവേട്ടന് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരു കാര്യം ആ വീട്ടിൽ കുറച്ച് പ്രായമുള്ള ഒരാളാകുമ്പോൾ കുറച്ചുകൂടെ ഇവരെ പറയാനും ദേഷ്യപ്പെടാനും ഒക്കെ ഉള്ള ഒരാളായിട്ട് തോന്നുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. അപ്പോൾ അവിടെ ഊട്ടി വന്നപ്പോൾ ആദ്യത്തെ ദിവസം വന്നു, രണ്ടാം ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാനിവിടെ നിന്നാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥയാണ്, അത്ര എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളത് വിട്ടിട്ട് അപ്പം തന്നെ അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ കള്ളമൊന്നും പറയാൻ പോലെ മണിയെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് കുതിരോട്ടം പപ്പുവേട്ടന് പകരമാണ് വരുന്നത്. പക്ഷെ മണി അത് എന്ത് സന്തോഷത്തോടെ വന്ന് എന്ത് ഗംഭീരമായിട്ട് ചെയ്ത നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒരു സങ്കടപ്പെടുന്ന സീനൊക്കെ ആകുമ്പോൾ വിചാരിക്കും ഓക്കെ സങ്കടപ്പെടാനുള്ള സമയമായെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൗണ്ടർ ആയിട്ട് അത് ശരി മോനായി എന്ന് പറഞ്ഞ കാരണം ഭയങ്കര എല്ലാവരുടെ മനസ്സിൽ കിടക്കല്ലേ. അത് അന്ന് എല്ലാവരും അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളുണ്ട്, എല്ലാം ഭയങ്കര രസമായിട്ടുള്ള വേഷങ്ങളാണ് എല്ലാവരും അതിനകത്ത് ചെയ്തിരിക്കുന്നത്. മൊത്തം അത് ഒരു നമ്മുടെ ഒരു അന്ന് മലയാളത്തിൽ കാണാത്ത മാതിരിയുള്ള ഫ്രെയിംസും പാട്ടുകളും അതുപോലെ തന്നെ എല്ലാ സാങ്കേതിക വിഭാഗങ്ങളും എല്ലാത്തിലും ഭയങ്കര ഗംഭീരമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണത്. തീർച്ചയായും. പിന്നെ ലൊക്കേഷനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതെങ്ങനെയാണ് ശരിക്കും കറക്റ്റ് ഇപ്പം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫ്രെയിംസിന് വേണ്ടിയിട്ടൊക്കെ ഒത്ത രീതിയിലാണ് ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കണ്ടറിയാം, മാരിവില്ലിൻ ഗോപുരങ്ങൾ പറഞ്ഞ പാട്ടുണ്ട്, നമുക്ക് പെയിന്റ് അടിക്കാൻ കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ആ സമയം ഷൂട്ട് ചെയ്തേ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ടൈമില്ല. അപ്പോൾ അത് ഉൾപ്പെടെ നമുക്ക് നടത്തിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭയങ്കര ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രെയിംസ് നമ്മൾ കണ്ടാൽ അറിയാവുന്ന മറ്റേ അതിനൊക്കെ അത് വിഷ്വലി മറക്കാത്ത എത്രയോ പേരുണ്ട്. അതിൻ്റെ ആ വീടും അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഗ്ലാസ് ഹൗസൊക്കെ വെച്ചിട്ട് അപ്പുറത്തൊരു ഔട്ട് ഹൗസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു. ഓരോ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ മനോഹരമായ ഷൂട്ട് ചെയ്തു. നമ്മുടെ മാട്ടുപ്പെട്ടി നമ്മുടെ അതിനകത്തൊരു ഫാം ഹൗസ് കാണിക്കുന്നത്, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാർ അപ്പുറത്ത് മാട്ടുപ്പെട്ടിയിലാണ്. അവിടെ വന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. അവിടെ ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങുമെന്നുള്ള പാട്ട് അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ കുറേ അപ്പുറമൊക്കെ ഓടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭംഗിക്ക് വേണ്ടി നമ്മൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അതിൽ നല്ല അന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു ഭയങ്കര കളർഫുൾ സിനിമയായിരുന്നു. പിന്നെ ഈ കളർഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പം ഈ പാട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ
ഇൻ കേസ് ഒരു ജസ്റ്റ് ഒരു പാട്ട് മാത്രം നോക്കിയാൽ മതി, അതിന്റെ കോസ്റ്റ്യൂംസ് മാത്രം നോക്കിയാൽ മതി, അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ബഡ്ജറ്റ് എത്ര പീക്കിലായിരിക്കും നമ്മൾ ആലോചിക്കും. അപ്പൊ അതെങ്ങനെ കൺട്രോൾ ചെയ്ത് മഞ്ജു ഇട്ടിരിക്കുന്ന കോട്ടുകൾ നോക്കിയിട്ടുണ്ട്, കോട്ട് ഹാറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയായിട്ട് കാണിക്കുന്ന സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ എന്ത് രസമാണ്. അതെ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചൊരു സ്ഥലത്ത് വന്ന് വണ്ടിയിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ വളരെ കാഷ്വൽ ആയിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു മാറ്റമാണ് ചേഞ്ച് അങ്ങനെ പെട്ടെന്നൊരു ഗ്ലോയിലേക്ക് ആ പോവാണ് ക്യാരക്ടർ complete. അത് വന്ന് മാറുന്നതും അങ്ങനെ വരുന്നതും. ആ വണ്ടിയിൽ വന്നിറങ്ങുന്നത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാറിലാണ്. ഓക്കെ എന്തുമാത്രം സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും പറ്റാത്ത ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും അതിൽ അറിയുന്നില്ലല്ലോ, എല്ലാം ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഇല്ല ഇല്ല ആണ് തോന്നുന്നത്. നമുക്ക് അങ്ങനെ ഒരു വേറൊരു കട്ട് ഫീൽ തോന്നുന്നില്ല. ലാലേട്ടൻ്റെ പോർഷൻ മറ്റാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൺഫ്യൂഷൻ തീർക്കണേ മറ്റാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൂന്നാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മാട്ടുപ്പെട്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഊട്ടിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഊട്ടിയിൽ തന്നെ എത്രയോ ദൂരങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിനകത്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെയായിരുന്നു ഈ ബജറ്റ് കൺട്രോളിംഗ് ഒക്കെ? ബജറ്റൊക്കെ അന്നൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ സിയാദൊക്കെ അങ്ങനെ ഒരു ബഡ്ജറ്റ് നോക്കുന്ന ഒരാളല്ല എന്നുവെച്ചാൽ, പക്ഷേ എങ്കിലും എന്താകുമെന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. ഓക്കെ ആ ധാരണ നമ്മൾ തെറ്റിക്കാറില്ല. അതോ അല്ലെങ്കിൽ തെറ്റുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയും തെറ്റുന്നുണ്ട് എന്ന് പറയും. പക്ഷേ ഈ സിനിമകളൊക്കെ എന്ന് വെച്ചാൽ എല്ലാ വിഭാഗവും ചിലപ്പോൾ സോങ് ഷൂട്ട് ചെയ്യുമ്പോഴും ഇത് നന്നാകണം 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 എന്ന് അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടിട്ട് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ തീർക്കണമെങ്കിൽ ലൊക്കേഷൻ അതിൽ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സിയാദൊക്കെ വന്നിട്ട് കണ്ടിട്ട് എന്ത് ഭയങ്കര സന്തോഷമായിരുന്നു അറിയാം. അതൊക്കെ ഇന്നും ആലോചിക്കാൻ പറ്റത്തില്ല, എന്ത് നല്ല ഭംഗിയുള്ള സെറ്റാണ് അതൊക്കെ. പിന്നെ ആണ് അവിടെ റെയിൽവേ സ്റ്റേഷനും ഒരു ടോയ് ട്രെയിനിന്റെ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അപ്പൊ എങ്ങനെയാ റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നോ? ലീഗൽ കോംപ്ലിക്കേഷൻ അങ്ങനെ ലീഗലി ഒക്കെ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ? നമ്മൾ ശരിക്കും റെയിൽവേ സ്റ്റേഷൻ അത് ലീഗലി എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ പെർമിഷൻ എടുക്കണം, അന്ന് ട്രെയിൻ വേണം, ആ ട്രെയിനിന് നമുക്ക് വേണ്ടി മാത്രം ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കും ഫ്രണ്ടും പോകണം, അങ്ങനെ ഷൂട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ അത് ആരുടെയും മറക്കാത്തൊരു കാര്യമാണ്, ആ ട്രെയിൻ വിട്ടു പോകുമ്പോഴാണ് ആ പൂച്ച മാത്രം വരുന്നത്, ആ കൈ മാത്രം വരുന്നത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ട്രെയിനുണ്ട്. അതെല്ലാം നമ്മളവിടെ ഷൂട്ട് ചെയ്യണം. കൂനൂരാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് കൂനൂർ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് ഒരുപാട് താഴെയാണ് ഈ കൂനൂർ എന്ന് പറയുന്നത്, ആണ് അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പൂച്ചേനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ആ ഒരു ചോദ്യം ചോദിക്കാൻ സാറെങ്കിലും റിവീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ആര് എന്നുള്ളത് ആരാണ്? അതാണ് നമ്മൾ സമാധാനം കിട്ടാത്തൊരു ചോദ്യമായിട്ട് ഇങ്ങനെ. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു പാട്ടിട്ടുണ്ട്, എത്രയോ ജന്മമായി. എന്നിട്ട് ഇത് ഞാനിപ്പം നമ്മൾ എന്തായാലും റിസർച്ച് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ കയ്യിലെ നെയിൽ പോളിഷിന്റെ കളറ് വെച്ച് ഇത് ആരായിരിക്കും, ഈ രണ്ടുപേരിൽ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതെ, അല്ല അത് ശരിക്കും അതിനകത്ത് ക്യാരക്ടേഴ്സ് അതാണല്ലോ അതിനകത്ത് അട്രാക്ഷൻ. പിന്നെ അത് ആര് എന്നുള്ളതാണല്ലോ ഇവർ ആ കൺഫ്യൂഷൻ ആണല്ലോ നമ്മുടെ അവസാനം വരെ കൊണ്ടുപോകുന്നത്. അത് ഭയങ്കര രസകരമായ ഒരു സാധനം. അതിൻ്റെ എൻഡും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ സിനിമ കഴിയുമ്പോഴും അങ്ങനെ എല്ലാവരും ഭയങ്കര രസമായിട്ട് പോയൊരു കാര്യമാണ് അതൊക്കെ. അത് അത് പൂച്ച അതൊരു അവിടെ തന്നെ ഇരിക്കട്ടെ. അത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടായി എടുത്ത തീരുമാനമാണ്. എന്തെങ്കിലും ആ പൂച്ചയായിട്ട് ഒരാൾ വരട്ടെ അല്ലേ, വരാനുള്ള സാധ്യത ഉണ്ടാവും. അതൊക്കെ സിയാദൊക്കെ തീരുമാനിച്ച വരും. സിയാദൊക്കെ തീരുമാനിക്കട്ടെ. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ ടൈമിന്റെ ഇപ്പൊ സിബി സാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിയാദ് സാറിന്റെയും സിബി സാറിന്റെയും ഒക്കെ ഫാമിലീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര എൻജോയ്മെന്റ് മൂഡായിരുന്നു, അവരുടെ ഒരു വെക്കേഷൻ മൂഡ് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ സാറിന്റെ അങ്ങനെ ഫാമിലി അങ്ങനെ അന്ന് ഞാനൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഫാമിലി കല്യാണം. അതല്ല അപ്പോൾ എൻ്റെ മറ്റേ അങ്ങനെയുള്ള ആരും വരാറില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി പോലെ ആയിരുന്നു അവിടെ. കാരണം ഇപ്പം ചേച്ചിയും ഇവരൊക്കെ വന്നാൽ ഇവിടെ മക്കളൊക്കെ വന്നാലൊക്കെ പണ്ട് തൊട്ടേ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അറിയാവുന്ന നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ അടുപ്പമുള്ളതുകൊണ്ടും പിന്നെ ഈ സിബി സാറിൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരുടെയും എന്താ വെച്ചാൽ നമുക്ക് ഒരു ജനാർദ്ദൻ ചേട്ടൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും അവിടെ എന്ന് വെച്ചാൽ അതൊരു ആ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. അയ്യോ, അത് മറക്കാൻ പറ്റാത്ത ലൊക്കേഷനാണ്. കാരണം ഇത്രയും ഒരു രസമായിട്ടുള്ള സിനിമ ഉണ്ടായിട്ടില്ല. അത് പോകുമ്പോഴും എല്ലാവരും വിഷമിച്ചിട്ടാണ് പോയത്. അത്ര അത് സിനിമ ഷൂട്ട് കഴിയുമ്പോൾ എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞ്
ഒരു അവസ്ഥയായി പോയി. അത്ര രസമായിരുന്നു. എല്ലാവരും ഭയങ്കര രസം. എല്ലാവരും ഒരു ഫാമിലിയും. അയ്യോ എന്ത്, പക്ഷെ എല്ലാവരും വന്ന് ആ വീടിൻ്റെ അവിടേക്ക് വന്ന് ആ വീടിൻ്റെ അവിടെ കൂടുതൽ ദിവസം വീട്ടിൽ ഷൂട്ടുണ്ട്, പാട്ടുകൾ എല്ലാം അവിടെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പിന്നെ ഊട്ടിയിലായതുകൊണ്ട് ഈ തണുപ്പൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഓരോ സ്ഥലം പിടിച്ച് എല്ലാവരും ഇരുന്ന് ഭയങ്കര തമാശകളും ആ വാചകടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ചില സ്ഥലത്ത് സുരേഷ് ഗോപി ഏട്ടൻ്റെ നേതൃത്വത്തിൽ അന്നൊക്കെ സുരേഷ് ഏട്ടൻ ചീട്ട് കളിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ അപ്പോൾ ചീട്ട് കളിക്കുന്ന ഇത്രയും ആളുള്ളതുകൊണ്ടാ ഫ്രീ ആയിട്ടുള്ളവരെല്ലാം വിളിച്ച് ചീട്ട് കളിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് പല പല രസമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹെക്ടിക് ടാസ്ക്കാണ്. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ഫോണൊക്കെ എടുത്ത് നടക്കുന്ന അങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഹെക്ടിക് മോഡ് തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഒക്കെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയത്? ഒരു ഗ്രൂപ്പ് ഫോട്ടോ അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ അന്ന് അതിൽ കൂടുതൽ വൈഡ് പോകാൻ പറ്റുന്നില്ല, അത്ര ആളെ കിട്ടുന്നില്ല. ആർട്ടിസ്റ്റ് മെയിൻ ആളെ വെച്ചിട്ട് അന്ന് ഞങ്ങൾ പറയായിരുന്നു അത്ര ആളുണ്ട്, കാരണം അങ്ങനെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ആൾ. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ നിന്ന് നമ്മൾ ആരുമായിട്ടൊരു ദേഷ്യപ്പെടുകയോ അങ്ങനത്തെ ഒരു കാര്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം എല്ലാവരും ഭയങ്കര ലൊക്കേഷൻ, ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൊക്കേഷൻ തന്നെ എല്ലാവരും ഉണ്ടാവും. രാവിലെ തന്നെ അങ്ങ് പോന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് എല്ലാവരും. പിന്നെ എല്ലാവർക്കും ആ വീട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഷൂട്ടുള്ള ഇല്ല അവിടെ വന്ന് കുറേ കൊച്ചു കുട്ടികളുണ്ട്. അവരൊക്കെ ഇന്ന് കല്യാണമൊക്കെ കഴിച്ച് പോയി. പക്ഷെ അവരൊക്കെ അവിടെ കളിച്ച് കിടക്കുന്നുണ്ട്. അവരുടെ അമ്മമാര് അച്ഛന് എല്ലാം ഉണ്ട്. അങ്ങനൊരു വലിയ സമൂഹം എൻ്റെ അതുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ കുറേ വർഷത്തിന് ശേഷമുള്ള ആ മൂവി ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒക്കെ എങ്ങനെയായിരുന്നു ഫീൽ തോന്നുന്നത്? പിന്നെ അത് നമുക്ക് കാണുമ്പോൾ പഴയ മെമ്മറീസ് ഒക്കെ. അയ്യോ എനിക്കത് ഭയങ്കര ഒരു, അതുകൊണ്ടല്ല നമ്മളത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ, ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ, ഷൂട്ട് ചെയ്യുന്ന ഓരോന്നും നമുക്ക് തോന്നുമല്ലോ. പിന്നെ നമുക്ക് ഓരോരുത്തരും അതിനകത്തുണ്ടായിരുന്നവരെ കുറിച്ചൊക്കെ ഓർമ്മകളുണ്ടാവുമല്ലോ. അതൊക്കെ ഒരു ഭയങ്കര വെച്ചാൽ അത് സിനിമയ്ക്ക്, എല്ലാ സിനിമകൾക്കും അങ്ങനെ ഒരു കൊത്തിവലിക്കുന്ന കുറേ കാര്യങ്ങൾ ഓരോ സിനിമയ്ക്കും ഉണ്ടാവും. നമ്മളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മധു സാർ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു. കാരണം ഓരോ സിനിമ കാണുമ്പോഴും ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കും എന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും ഉണ്ടാവും സിനിമയിൽ. കാരണം ഓരോ സിനിമയും അവരുടെ മനസ്സിൽ കിടക്കുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നല്ല കുറേ സിനിമകളാകുമ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. അപ്പം ഇത് അങ്ങനത്തെ ഒരു സിനിമ ആയിരുന്നു എൻ്റെ. തീർച്ചയായും സിനിമയുടെ ഒരു ഭാഗ്യം തന്നെയാണത്. നമ്മൾ ഏത് കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴും വീണ്ടും വീണ്ടും പഴയ മെമ്മറികളെ കൊണ്ടുവരുന്ന ഇത്ര മനോഹരമായ പാട്ടുകളാണ്, മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം. ഇത്ര ഒത്തു വരിക എന്ന് പറഞ്ഞാലേ ഭയങ്കര. ഇപ്പോഴും എത്ര നമ്മൾ റേഡിയോയിൽ കേൾക്കാത്ത ദിവസങ്ങളില്ല. എങ്ങനെയായാലും ഒരാഴ്ചയിൽ ഒരു ദിവസം കേൾക്കും. ഇപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉള്ള സോങ്സ് തന്നെയാണ്. ഒരു കാലഘട്ടം മുഴുവൻ കൊണ്ടുപോയതാണ്. ഞങ്ങൾ അന്നത്തെ കാലത്ത് ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇതിൻ്റെ ഓഡിയോ റിലീസ് നടത്തി. ഒരു വലിയ പ്രോഗ്രാമായിട്ട് അത് ഭയങ്കര അന്നത്തെ വലിയ സംഭവമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ട്രെൻഡ് കൊണ്ടുവന്നത് ഒരു സിനിമയുടെ ലോഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ അയ്യോ അങ്ങനൊന്നും ചെയ്തിട്ടേ ഇല്ല. അത് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ ആക്കി നടത്തി. അത് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ അതൊരു അന്ന് എല്ലാവരും ഉണ്ട്, ശ്രീകുട്ടൻ ചേട്ടൻ എല്ലാവരും പാടുന്നുണ്ട്, എല്ലാവരും അന്ന് ലൈവായി പറഞ്ഞു. അങ്ങനെ അത് ഇപ്പോഴും ദൂരദർശനിലുണ്ടത്. അപ്പോൾ അത് അത്തരം ഒരു വലിയ ഫംഗ്ഷനൊക്കെ നടത്തിയാണ് ഇതിൻ്റെ ലോഞ്ചൊക്കെ. അത് ഒരുപാട് പറഞ്ഞ പോലെ എല്ലാം പരീക്ഷണം നടത്തിയൊരു സിനിമയാണത്. എല്ലാം പരീക്ഷണങ്ങളും ഭയങ്കരമായി വിജയിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടു അതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് വിജയിക്കുക എന്ന് പറയുന്നത് സിനിമയും അതുപോലെ തന്നെ എല്ലാ ചെയ്ത കാര്യങ്ങളും എന്നും ഓർത്തിരിക്കുന്ന സിനിമ. എല്ലാ ചേരുവയും ഒത്തിണങ്ങിയ ഒരു സിനിമ തന്നെയാണ്. ആ കാലഘട്ടത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും ഇപ്പൊ സ്റ്റിൽ ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഇരിക്കുകയാണ് സാർ. അതിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും മലയാളികൾക്ക് മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ, കാഴ്ചകളൊക്കെ സമ്മാനിച്ച ഒരു ചിത്രം തന്നെയാണ് സമരൻ ബത്ലഹേം. താങ്ക് യു.